ഹായ് ഗെയ്സ്, നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാം 19-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് ചാപ്റ്റേഴ്സും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിശാഹീൻ ദിശ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, ബച്ചേ കാംപാർ ജാരഹേ ഹേ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, ഗുഡലി തോ പരായി ഹേ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്ററും ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബച്ചേ കാംപാർ ജാരഹേ ഹേം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും അതുപോലെ ഗുഡലി തോ പരായി ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും അത് സോഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അതേസമയം തന്നെ നമ്മൾ ദിശാഹീൻ ദിശ എന്നുള്ള ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതൊരു യാത്രാവൃത്തായിട്ടാണ് അവിടെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദിശാഹീൻ ദിശ എന്നുള്ള ചാപ്റ്റർ എടുക്കാം. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്ര തുടങ്ങുന്നുണ്ട്. ഒരു യാത്ര കന്യാകുമാരി, മുംബൈ അതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുന്നു. ആ യാത്രയിലൂടെ ഒരുപാട് അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അല്ലെ അവിനാഷ് എന്ന് പറയുന്നുണ്ട്. അപ്പം മോഹൻ രാകേഷാണ് എൻ്റെ റൈറ്റർ, അതുപോലെ തന്നെ അവിനാഷ് അവൻ്റെ സുഹൃത്താണെന്ന് പറയുന്നു. അവർ തമ്മിലൊരു യാത്ര നടത്തുകയാണ്. ഒരു ഭോപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ തടാകത്തിൻ്റെ അടുത്ത് അവിടെ അവർ ആ ഒരു തോണിയിൽ യാത്ര ചെയ്യുകയും രാത്രി അവിടെ നിൽക്കുകയും ഒരു തോണിക്കാരൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പാട്ടുകൾ കേൾപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കിസ് വിതാക്കി രചന എന്ന് ചോദിക്കാം, റൈറ്ററുടെ പേര് ചോദിക്കാം, ലേഖകൻ്റെ സുഹൃത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചരിത്ര ടിപ്പണി. അതായത് ബൂഡെ മല്ലാഹത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മൾ അവിനാഷ്, പിന്നെ മോഹൻ രാകേഷ്, ഇവരുടെ 3 പേരുടെയും ചരിത്ര ടിപ്പണിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ. ചരിത്ര ടിപ്പണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ആ ചരിത്ര ടിപ്പണി നല്ലപോലെ നോക്കുക 3 പേരുടെയും, അതായത് ബൂഡെ മല്ലാഹിൻ്റെയും അതുപോലെ തന്നെ അവിനാഷിൻ്റെ, പിന്നെ വരുന്നതാണ് മോഹൻ രാകേഷ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു യാത്രാവൃത്താണെന്ന് പറഞ്ഞു. ഇത്രയും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നിങ്ങളതിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളെ ബച്ചേ കാംപർ ജാരഹേ ഹേ എന്നുള്ള ചാപ്റ്ററാണ്. കുട്ടികൾ രാവിലെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ കുട്ടികൾ രാവിലെ പഠിക്കാതെ, അതുപോലെ വിദ്യാഭ്യാസം നേടിയെടുക്കാതെ, സ്കൂളിലേക്ക് പോകാതെ അവർ അധ്വാനിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചാപ്റ്ററാണ് അതിൽ പറയുന്നത്. ആ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് മഞ്ഞ് മൂടി കിടക്കുന്ന താഴ്വരകളിലൂടെ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജോലിക്ക് പോകുന്ന സമയത്ത് അവർ ചെറിയ മക്കളാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ്, ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ പുസ്തകങ്ങളൊന്നും അവിടെ കാണുവാനില്ല എന്ന് പറയുന്നു. ദീമക്കീം ഖാലിയാഹെ രംഗിബി രംഗീബ് കിതാബ്, അതായത് ചതിടുകളൊക്കെ നല്ലപോലെ കഴിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഭക്ഷിച്ചിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങൾ. അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് പറയുന്നു. പിന്നെ അവരുടെ കളിപ്പാട്ടങ്ങളവിടെ കാണാനില്ല. അപ്പോൾ കുട്ടികൾ ഗ്രൗണ്ടുകളിലൊന്നും കുട്ടികളെ കാണാൻ സാധിക്കുന്നില്ല. ഗരോം കി ആങ്കൻ മൈതാൻ, വീടിൻ്റെ മുറ്റം, അതുപോലെ പിന്നെ പല ഭാഗങ്ങളിലും കുട്ടികളെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കാണാൻ കഴിയുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളെ പിന്നെ ജോലി സ്ഥലങ്ങളിലൂടെയാണ് കുട്ടികളെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത് കുട്ടികൾ രാവിലെ തന്നെ ജോലിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസം നേടിയെടുക്കാതെ. അതായത് ദാരിദ്ര്യമാണ് അവിടെ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മീൻസ് ഒരു പാസേജ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയാം, അതിൻ്റെ റൈറ്ററുടെ പേര് പറയാം, കിസ് വിതാക്കി രചന ചോദിക്കാം. അതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ആശയം എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് എഴുതി വെക്കുക. അപ്പം 3 സെക്ഷനായിട്ടാണ് ഈ ഒരു പോയത്തിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ബച്ചേ കാംപർ ജാരഹേ ഹേ എന്നുള്ളതിൽ. അപ്പോൾ അതിൽ പറയുന്നത് കോഹരേസെ ഡങ്കി സടക് പർ ബച്ചേ കാംപർ ജാരഹേ ഹേ, മൂടൽമഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു റോഡുകളിലൂടെ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സുബഹ് പ്രഭാതത്തിലാണ് കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ കാലഘട്ടത്തിൽ ഒരു ഭയാനകമായിട്ടുള്ള പങ്ക്തിയാണ്. ആ ഒരു പങ്ക്തികളെ ഒരു വിവരണം പോലെ എഴുതേണ്ടതല്ല, അതിന് നമുക്കൊരു സവാൽ കി തര, ഒരു ചോദ്യ രൂപേണ എഴുതി വെക്കണം എന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കുട്ടികൾ ജോലിക്ക് പോകുന്നത് അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നു. അപ്പോൾ അതൊരു വിവരണം പോലെ കുട്ടികൾ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് എഴുതുന്നതിനേക്കാൾ ഉപരി കുട്ടികൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്, അതിന് റീസൺ എന്താണ് എന്നതാണ് ആ ഒരു സവാൽ കി തര ലിഖാ ജാനാ ചാഹിയെ, ഒരു ചോദ്യ രൂപേണയാണ് അവിടെ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എഴുതി വെക്കേണ്ടതാണ് പറയുന്നത്. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞ അന്തരീക്ഷ में गिर गई सारे गेंदें, दीमों को हमने खा लिया है सारी रंग बिरंगी पुस्तकें, പിന്നെ കാലെ പഹാഡ് കെ നീച്ചെ ദബ് ഗയേ സാരെ ഖിലൗനെ എന്നും പറയുന്നുണ്ട്. അതായത് കുട്ടികളുടെ പുസ്തകങ്ങളെല്ലാം ചതലുകൾ കഴിച്ചു പോയിട്ടുണ്ട്, അവരെ കളിപ്പാട്ടങ്ങളെല്ലാം പർവ്വതത്തിൻ്റെ അടിയിലേക്ക്
ഇല്ലാതെയായി പോയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ കിസി ഭൂകമ്പം ഡഹ ഗൈ സാരി പിന്നെ ഇത് ഏതാണ് നമ്മളെ മദ്രസോ അല്ലെ, ഒരുപാട് മദ്രസോം കി ഇമാരത്തേം കിസി ഭൂകമ്പമേം ഡഹ ഗൈ ഹെ, അതായത് മദ്രസകളുടെ ആ ഒരു കൊട്ടാരങ്ങൾ മീൻസ് സ്കൂളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭൂകമ്പത്തിൽ തകർന്നു പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. പിന്നെ അടുത്തതിൽ പറഞ്ഞു വെച്ചാൽ ബഗീച്ച, അതുപോലെ തന്നെ നമ്മളെ മൈതാൻ, ഇതെല്ലാം ഇല്ലാതെ ആയിപ്പോയി. കുട്ടികൾ അവിടെ വരാറില്ല, കുട്ടികൾ നല്ല രീതിക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ലോകത്തിലെ ഒരുപാട് കുട്ടികൾ ഇതേപോലെ തന്നെ പഠിക്കാതെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യമാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു പോയത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, അതായത് നമ്മളെ ഗുഡലീത്തോ പരായിഹെ എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, ഗുഡലീത്തോ പരായിഹെ എന്നുള്ള ചാപ്റ്റർ കനകശശി എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്ന 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ബൂവ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ആ ഒരു ഗുഡലി ഉണ്ട്, ഗുഡലിയുടെ അമ്മയുണ്ട്, താവൂജി ഉണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കി എടുക്കേണ്ടത് ആ ഒരു ചാപ്റ്ററിലെ കുറേ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നത് കാര്യം മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഗുഡലീനെ പറ്റിയിട്ട്, അതായത് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന അവളുടെ ലടുക്ക ലടുക്കിക്ക് ഭേദഭാവക്കോ ഇഷാര കർത്തിഹെ, ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയുടെയും ആ ഒരു ഭേദഭാവത്തിനെയാണ് ഇവിടെ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഗുഡലി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് യാതൊരുവിധ റൈറ്റ്സും ഇല്ല. അവളുടെ ജീവിതത്തിൽ എന്താണ് ഒരുപാട് നെഗറ്റിവിറ്റീസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവളുടെ ചേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് റൈറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഈ ഒരു കുട്ടിയോട് പോകാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, തുള്ളിച്ചാടി നടക്കരുത്, ഉറക്കെ സംസാരിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കുറേ നസീഹത്തെയും തെറ്റിയത് അല്ലെ, ഒരുപാട് ഉപദേശങ്ങൾ ആ ബുവ ആർക്ക് കൊടുത്തിരുന്നു, ആ ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് അത് തീരെ ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഗുഡലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി വീട്ടിൽ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ടിഫിൻ ബോക്സിൽ ഭക്ഷണമൊക്കെ നിറയ്ക്കുന്നത് അമ്മയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുവയാണ് ഓരോ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുവയ്ക്കുന്നത്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ ബുവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഗുഡനെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട്. ഓക്കെ, നീ 14 വയസ്സുള്ള കുട്ടിയാണ്, നിൻ്റെ വീട് ഇതല്ല, നീ വേറൊരു വീട്ടിലേക്ക് പോകേണ്ട ഒരാളാണ്, എന്നെപ്പോലെ തന്നെ ഇത് നിൻ്റെ വീടല്ല എന്നൊക്കെ പറയുമ്പോൾ ആ ചെറിയ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന കുറേ തോട്ടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഷാദിയുടെ കാര്യത്തിൽ ദീദിയുടെ ആ ഒരു കല്യാണത്തിന് അവളുടെ ആ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവരും നല്ലപോലെ സന്തോഷമായിരുന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഒരുപാട് ദുഃഖം വന്നെന്ന് പറയുകയാണ്. അതായത് അവളുടെ കല്യാണ കത്തിൽ അവളുടെ പേരൊന്നും കാണുന്നില്ല, ഗുഡലിയുടെ പേരൊന്നും കാണാത്തത് കൊണ്ട് ഗുഡലിക്ക് ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ അവിടെ പ്രിൻ്റഡ് ആയിട്ടുള്ള പോലെ എല്ലാ പേരുകളുള്ളത് അവളുടെ പേര്. ഓക്കെ, അപ്പോൾ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ റൈറ്റ് ചെയ്ത് കൊടുത്തു പേര്. അപ്പോൾ അമ്മയുടെ സ്നേഹത്തിന് അവൾ അംഗീകരിച്ചു എന്നും പറയുകയാണ്. അതായത് എല്ലാതും ഉണ്ട്, പക്ഷെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു കുട്ടിയെ കൊണ്ട് എത്തിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ ഫൈനലി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെടിക്ക് വെള്ളം നനച്ചില്ല, നാലുവിന് ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ തിരിച്ച് പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവൾ തിരിച്ച് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ് ഈ വീടിൻ്റെ വിളക്കെന്ന് പറയുന്നത്, ഞാനല്ല. കാരണം ഇവിടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ഗുഡലിക്ക് അവളുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല എന്നതാണ് അവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗുഡലി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻസാണ്. അതായത് ചെറിയൊരു കുട്ടിയാണെങ്കിലും 14 വയസ്സുണ്ട്, ആ ഒരു കുട്ടിക്ക് ബുവ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, ഉറക്കെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും മോശം സ്വഭാവം വരികയാണെങ്കിൽ അമ്മയാണ് അല്ലെങ്കിൽ അമ്മയുടെ പേരാണ് അവിടെ പറയുക എന്ന് പറയുന്നു. പിന്നെ ഷാദിയുടെ ആ ഒരു ചേച്ചിയുടെ കല്യാണ സമയത്ത് ഒരു കാർഡിൽ ഇൻവിറ്റേഷൻ ലെറ്ററിൽ അവളുടെ പേരുണ്ടായിരുന്നില്ല, അത് അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എഴുതി കൊടുത്തു. അപ്പോൾ അമ്മയുടെ സ്നേഹത്തെ അംഗീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിനി പറയാനുള്ളത് വെച്ചാൽ, ഗുഡലി ഉസ് ദിൻ की ഡയറി ലിഖ വഹ ഡയറി കൈസാ ഹോഗാ, ആ ഒരു ഡയറി എങ്ങനെ ആയിരിക്കാം എന്നതാണ് ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും 3 ചാപ്റ്റേഴ്സിൻ്റെയും കണ്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് അത്രയും ഷോർട്ടായിട്ട് ഇന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നാളെ നമുക്ക് അടുത്തൊരു സെക്ഷനിലൂടെ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.